ഹലോ ദിവാലിയായിട്ട് നാട്ടിൽ നിന്ന് അമ്മ വരുന്നുണ്ട്, പിക്കാൻ പോവാ. എന്തായി? ഓക്കെ, ഞങ്ങളപ്പോ എത്തും. ഒരു ചെറിയ ചളി തെറിച്ച ഭയങ്കര വിശപ്പ്, ചൂടാക്കി തകർത്ത് കളയും. ഒരിക്കലും തിന്നരുത് എന്ന് പറഞ്ഞാണ് ഇവർ ചൂടാക്കി തന്നിരിക്കുന്നത്. ഓ, വിശപ്പിന് മുമ്പിൽ ചൂട് ഒരു പ്രശ്നമേ അല്ല. എങ്ങനെ സാധിക്കുന്നുണ്ട്? ഞാനിവിടെ വെച്ച് വീട്ടിൽ പോയി ചോറുണ്ടേ, സ്ഥലം വെള്ളം മേടിക്കാൻ പോയതാ, എല്ലാം കഴിഞ്ഞു. യെസ്, അങ്ങനെ അമ്മതാ വരുന്നു. ഇതുവരെ കണ്ടില്ല. ആ, ഇപ്പൊ കണ്ടു. ഇപ്പൊ കേട്ടത് അപ്പുറത്തുള്ള ഒരു സന്തോഷ പ്രകടനമാണ്. ഇനി വരുന്നത് നമ്മുടെ വെൽക്കം ടു ദുബായ്. ഞങ്ങളിങ്ങനെ സന്തോഷം വന്നാൽ പൊട്ടിച്ചിരിക്കും, അമ്മ വന്നു, വീണ്ടും പൊട്ടിച്ചിരി. ചുംബികളായ സൗദങ്ങൾ, അതാ എന്തൊരു എക്സൈറ്റ്മെന്റ്, വാവെന്നൊക്കെ പറ. ഇടയ്ക്കൊന്ന് പ്രാർത്ഥിക്കണേ, അങ്ങനെ പ്രാർത്ഥിക്കണം. എന്തു പറഞ്ഞാലും ചിരിക്കുന്ന എൻ്റെ ഭാര്യയും ഒപ്പം ഞങ്ങളുടെ തള്ളുകഥകൾ കേട്ടിരിക്കുന്ന അമ്മയും വന്നപാടെ മാക്സിമം വെറുപ്പിച്ചിട്ടുണ്ട്. പ്രാർത്ഥിക്കുന്നുണ്ടോ അമ്മ? അമ്മയാകെ വണ്ടറടിച്ചിരിക്കുകയാണ്. റാങ്ക് ആണോ എന്ന് വരെ അമ്മയ്ക്ക് സംശയമുണ്ട്, പക്ഷെ മുഖത്ത് കാണിക്കത്തില്ല. അമല എവിടെ? അമല, റീബയുടെ അമ്മയുടെ പേരാണ് അമല. ദീപാവലിയൊക്കെ അല്ലേ, വന്ന പാടെ അമ്മയ്ക്ക് മധുരം. നേരെ അടുക്കളയിലേക്ക്. സാധാരണ നമ്മൾ അവിടെ ഇരുന്നാണ് കഴിക്കാറുള്ളത്. ഇന്ന് സുമയമ്മ നാട്ടിൽ നിന്ന് വന്നുകൊണ്ട് അമ്മലാമ്മയുടെ വക നെയ്മീൻ, ക്യാബേജ് തോരൻ, കണവത്തോരൻ, നെല്ലിക്ക അച്ചാറ്, മോരുകറി. അതാകുമ്പോഴേ 3 പ്രാവശ്യമായിട്ടൊക്കെ എടുക്കാമല്ലോ. ഇനി ദീപാവലി ആഘോഷം. ഇവളുടെ കൂടെ കൂടിയ പിന്നെ ഞാൻ ദീപാവലി ആഘോഷം തുടങ്ങി. അങ്ങനെ വിളക്ക് കത്തിക്കുന്നിടത്തുനിന്ന് ഒരു തിരിയെടുത്ത് ദീപാവലി ലൈറ്റ്സ് നമ്മൾ തെളിയിച്ചു. ഇരുട്ടിൽ ഈ ദീപങ്ങൾ കാണുന്നത് തന്നെ ഒരു പ്രത്യേക രസമാണ്. ദുബായിൽ വലിയ രീതിയിൽ ദിവാലി ആഘോഷിക്കുമ്പോൾ വീടിനകത്ത് ഈ തിരി തെളിച്ച് ഞങ്ങളും ആഘോഷിക്കുകയാണ് നിങ്ങളോടൊപ്പം. എല്ലായിടത്തും പ്രകാശം നിറയട്ടെ. ഹാപ്പി ദിവാലി.